വാക്കും നാക്കും പാർട്ടി ഘടകങ്ങൾക്കുള്ളിൽ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ മറികടന്നിരിക്കുന്നു. അതെല്ലാം മറന്നുപോയിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത്, ഇപ്പോൾ AK ബാലൻ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു പരിധിവരെ നമ്മുടെ G. സുധാകരൻ അദ്ദേഹം ഇപ്പോൾ പഴയ തലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ വാരി കൊന്തോന്നും അടങ്ങില്ല. അതിന് പകരമായിട്ട് വാസ്തവത്തിൽ ഉപയോഗിക്കുന്നത് കവിതയാണ്. കവിത ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഈ കവിത ഉപയോഗിച്ചുകൊണ്ട് മർമ്മത്തിൽ കുത്തിയിട്ട് അത് കവിതയാണ് എന്ന് പറഞ്ഞ് വളരെ തന്ത്രപരമായ ഒരു മെയ്വഴക്കത്തോടു കൂടി ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണുള്ളത്. ചുരുക്കത്തിൽ ഇപ്പോൾ തന്നെ ബാലൻ്റെ പ്രസ്താവന അതും ഈ പാർട്ടി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണത്. കാരണം ഇത്തരത്തിലൊന്നും പൊതുവെ പുറത്തേക്ക് വന്ന അഭിപ്രായം പറയാൻ അനുവദിച്ചിരുന്ന ഒരു പാർട്ടിയല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കമുള്ള പാർട്ടിയല്ല. ഇപ്പോൾ സിനുജി പറഞ്ഞൊരു കാര്യം ശരിയായിരിക്കും, ദുരുദ്ദേശവും ഉണ്ട് അതിനകത്ത്. കാരണം അണികളിൽ മഹാഭൂരിപക്ഷവും സ്വന്തം പാർട്ടി വരട്ടെ, CPM വീണ്ടും വരട്ടെ, ഇടതുപക്ഷം വരട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോഴും പിണറായി ഇനി വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. ആ ജനങ്ങളോടാണ് AK ബാലൻ പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഹം വെക്കണ്ട, വോട്ട് കൊടുക്കണ്ട അല്ലെ? അങ്ങനെയല്ലേ? വളരെ സുഖിപ്പിക്കുന്ന രീതിയിലാണ് AK ബാലൻ സംസാരിക്കുന്നത്. അതാണ് കേട്ട പിണറായി വിജയന് ഒരു സന്തോഷമൊക്കെ തോന്നും. പക്ഷെ അത് വലിയ ദുരുദ്ദേശം. കാരണം AK ബാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനും AK ബാലനും ഈ കോടിയേരിയൊക്കെ ഏതാണ്ട് ഒരേ കാലത്ത് കോളേജിൽ പഠിച്ച് ഒരേ കാലത്ത് രാഷ്ട്രീയം കളിച്ചു വന്ന, എന്നിട്ട് പിണറായി വിജയന്റെ ഒരു ശാഠ്യത്തിലാണ് ഈ തോമസ് ഐസക്കിനെയും G. സുധാകരനെയൊക്കെ ഒഴിവാക്കുന്ന കൂട്ടത്തിൽ AK ബാലനെ ഒഴിവാക്കിയത്. അതിന്റെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട്, ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ കാണില്ലേ? മാത്രമല്ല AK ബാലൻ തന്റെ ഭാര്യയെ കഴിഞ്ഞ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനായിട്ട് എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തു. പക്ഷെ പാലക്കാട് സ്വാഭാവികമായിട്ടും തലമുറ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ AK ബാലന് കൈമാറിപ്പോയി. ഇപ്പൊ MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ പാലക്കാടിനെ നിയന്ത്രിക്കുന്ന അവസരത്തിലേക്ക് എത്തി. അപ്പം ബാലന്റെ ഇതേ പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.